അനുമോള് ശരിക്കും രേണുസുധിയുടെ തലയിൽ പേനുണ്ട് എന്ന് പറഞ്ഞ കാര്യം ന്യായീകരിക്കാൻ ശ്രമിച്ചോ? അതോ അനുമോൾക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയതാണോ? അതുപോലെ തന്നെ അക്ബറിന് വീട് കിട്ടിയ നല്ലൊരു അവസരം, പക്ഷെ അക്ബർ മര്യാദയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്ത ഒരു 7ന്റെ പണി തന്നെയായിരുന്നു. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് കണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ മോർണിംഗ് ആക്ടിവിറ്റി നല്ല കളറാക്കേണ്ട പറ്റിയ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. കാരണം എന്ന് വെച്ചാൽ പുറത്തു പോയിട്ട് അകത്ത് വന്നവർക്ക് അറിയാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പോയി, ഇതൊക്കെ ക്യാമറയിൽ കാണിച്ചോ, ചമ്മിപ്പോയ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെയുള്ള ചമ്മിപ്പോയ സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ മറ്റേ മുൻഷിയൊക്കെ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് എന്തോന്നു അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അനുമോള് വന്നിട്ട് ക്യാമറ ഉണ്ടെന്ന് ഓർക്കാതെ ഞാൻ രേണുസുധിയുടെ ആ ഒരു തല ചൊറിയുന്ന കാര്യം എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയപ്പോഴേ സരികയും അക്ബറും അപ്പാനിയും എല്ലാം കൂടെ ചാടി കയറിയിട്ട് അനുമോളോട് ക്യാമറ ഉണ്ടെന്ന് ഒട്ടും അറിയാതെ കാണിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചമ്മിപ്പോയ കാര്യമാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ക്യാമറ ഉണ്ടെന്നുള്ളത് അനുമോൾക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ക്യാമറ ഉണ്ടെന്നറിയാം, പക്ഷെ അത് അവിടെ പറയണമായിരുന്നു, അല്ലെങ്കിൽ അതൊരു ന്യായീകരിക്കലാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മനഃപൂർവ്വം ന്യായീകരിക്കാൻ എടുത്തതല്ല എങ്കിലും അതൊരു ന്യായീകരിക്കലാണ് അനുമോള് കാണിച്ചത്. അത് അനുമോൾ അവിടെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അബദ്ധം പറ്റണ്ടായിരുന്നു. എന്തായാലും അനുമോൾക്ക് പറ്റിയത് ഒരു അബദ്ധം തന്നെയാണ്. രേണുസുധിയുടെ കാര്യം, വീണ്ടും ആ തലയിലെ പേന്റെ കാര്യം, അത് അനുമോൾക്ക് പറ്റിയ ഒരു തെറ്റാണെന്ന് അനുമോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചമ്മലോ അല്ലെങ്കിൽ അയ്യോ അത് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി. അതിപ്പോ രേണുസുധി ഇന്നെങ്ങാനും അവിടെ വന്ന് കയറും, അപ്പൊ നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, രേണു ചേച്ചി അന്ന് ഞാൻ അത് പറഞ്ഞത് ഭയങ്കര മോശമായിട്ട് എനിക്ക് പിന്നെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ ഇത് രേണു വരുന്നതിന് മുന്നേ തന്നെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇട്ടപ്പോ ആ അവസരത്തിൽ എടുത്തിട്ട് കാച്ചി ഒരു എന്താ പറയാ ഒരു നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് അനുമോള് ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് അത് അങ്ങനെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ അക്ബറും അപ്പാനിയും അപ്പോൾ അതൊരു വലിയ വഴക്കിലേക്കോ അല്ലെങ്കിൽ അനുമോളെ അങ്ങോട്ട് കുറ്റം പറയുന്നതിലേക്കോ കൊണ്ടുപോകാതെ നൈസായിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ലേ, നിനക്ക് ആ ഒരു ടാസ്ക് മനസ്സിലായില്ലേ, ക്യാമറ ഉണ്ടെന്ന് അറിയാണ്ട് മറന്നു ചെയ്ത കാര്യങ്ങൾ പറയാനാണ്. അപ്പോഴത്തേക്കും ബിഗ് ബോസും അത് അനൗൺസ് ചെയ്തു. അപ്പോഴത്തേക്കും അനുമോൾക്കൊന്നും പറയാനില്ലാണ്ട് പോയിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അനുമോള് വീണ്ടും ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നല്ല രസകരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് നെവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ചിരി തോന്നിയ കാര്യം. പിന്നെ അതുപോലെ തന്നെ നൂറ പറഞ്ഞ മറ്റേ ഒരു ഷഡ് ഇറക്കിയ കഥയൊക്കെ നല്ല രസമായിരുന്നു അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേരൊക്കെ നല്ല നല്ല രസകരമായ മൊമെന്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷ് പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ അനീഷ് എന്തുവാ ഷാനവാസുമായിട്ട് അവിടെ കിടന്ന് ചിരിച്ചു, അപ്പൊ കണ്ണ് നിറഞ്ഞു. കാരണം അനീഷ് വളരെയധികം പഠിച്ചു പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറൊന്നും വിട്ട് പറയാതെ അനീഷിനെ നെഗറ്റീവ് ആക്കാതെ അനീഷ് ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അങ്ങോട്ട് ബോണ്ട് ഉറപ്പിക്കുന്ന കണക്കൊക്കെ ഫീൽ ചെയ്തു എനിക്ക്. അത് അനീഷ് ഭയങ്കര ചളമാക്കി. പിന്നെ അനുമോൾ രണ്ടാമത് റീ എൻറ്റർ ചെയ്തിട്ട് വീണ്ടും ഒരു പറച്ചിൽ പറഞ്ഞു. അത് പക്ഷെ ഭയങ്കര ജെന്വിൻ ആയിരുന്നു. അത് വേറൊന്നും അല്ല, അതിനകത്ത് അനീഷിന്റെ പേരെടുത്ത് പറഞ്ഞത് പണി കിട്ടാൻ തന്നെ, അത് മോശമായിപ്പോയി. അത് വേറൊന്നുമല്ല. സംഭവം എന്ന് വെച്ചാൽ രണ്ടാമത് വീണ്ടും ഈ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്കും പലതവണ ചമ്മിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളതും എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ആ ടാസ്കിന്റെ കൊച്ചു കൊച്ചു പ്രോപ്പർട്ടീസ് ഒക്കെ അനുമോൾ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. അതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അത് ചെയ്യുന്നത്. പക്ഷെ അത് അനുമോളെ നൈസായിട്ട് അത് എടുക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാറുണ്ട്, അനുമോൾ ടാസ്ക് കഴിഞ്ഞു അതവിടെ ഇട്ടിട്ട് പോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ മറ്റേ അനുമോളും നൂറയും കൂടെ ഏറ്റവും ഫണ്ണായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സീനാണ് അത്. ഈ കോഴിയുടെ ഒരു 2 കോഴികളെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അതും ഒളിപ്പിച്ച് രണ്ടും കൂടി ഇങ്ങനെ പമ്മി നടക്കുമ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോകും. സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വീണ്ടും ഇവത്തുങ്ങൾ രണ്ടുപേരും കൂടെ പമ്മി റൂമിലേക്ക്. അപ്പോഴത്തേക്ക് വീണ്ടും ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് എന്നിങ്ങനെ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അത് അനുമോള് പറഞ്ഞു. പിന്നെ അനുമോള് ഒരു കാര്യമില്ലാതെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അത് അനീഷേട്ടൻ അന്നങ്ങനെ പ്രപ്പോസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അത് ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ക്യാമറ അവിടെ ഉണ്ട് എന്നുള്ള ചിന്ത അന്നേരം അനുമോൾക്ക് വന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ആ ഒരു ടോപ്പിക്ക് വീണ്ടും അതെടുത്ത് അത്രയും പേരുടെ മുന്നിലിട്ട് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ അനുമോൾ അത് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ച് കയറിയിരിക്കുന്ന സമയത്ത് ബിൻസി പറയുന്നുണ്ട്
ഒരാൾ നിന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ചമ്മലാണോ തോന്നുന്നത്? സാധാരണ അത് ബ്ലഷ് ചെയ്തതാണ് സത്യം. അത് അനീഷത് പറയുന്ന സമയത്ത് അനുമോള് ബ്ലഷ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു ചമ്മലല്ല. അയ്യോ, ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ബ്ലഷിങ് ഫീൽ ആണ്. അത് കാണുമ്പോൾ നമുക്കും ആ ബ്ലഷിങ് ഫീൽ തോന്നും. കാരണം എന്ന് വെച്ചാൽ എന്ത് രസമായിട്ടാണ് അവരത് വീഡിയോയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഷ്വലി അത് എഡിറ്റ് ചെയ്തത് നല്ല രസമായിട്ടാണ് ബിഗ് ബോസിൽ അത് കാണിച്ചത്. അത് കാണുമ്പോൾ തന്നെ നമുക്കില്ല സിനിമയിലോ സീരിയലോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വിഷ്വൽ കാണുന്ന ആ ഒരു ഫീല് വരും. ആ ഫീലിന്റെ ഇഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് അവിടെ ഒരു ബ്ലഷിങ് ഫീല് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ശരി, അനുമോളുടെ കയ്യിൽ നിന്ന് പോയി. അനുമോൾ എനിക്ക് തോന്നുന്നു കിളിപാറി നടക്കുക. എല്ലാവരും വന്ന് അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് അനുമോൾക്ക് കുറെ കിളി പോയി. പിന്നെ അനുമോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെ ഒരു ടാസ്ക് വരുന്ന സമയത്ത് ആ ടാസ്ക് കുളമാക്കുന്നത്, അല്ലെങ്കിൽ അനുമോൾക്ക് അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല. സംഭവം പുള്ളിക്കാരി കുറെ ഹാർഡ് വർക്കിംഗ് ആണ്, കുറെ പണിയൊക്കെ എടുക്കും, ഭയങ്കര ചൈൽഡിഷ് ആയിട്ടൊക്കെയാണ്, ഭയങ്കര ഇന്നസെന്റ് ആണ്, ജെനുവിൻ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, കാരണം ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞ പേരുകളൊക്കെ എന്റെ ദൈവമേ, അതിൽ നിന്ന് മനസ്സിലാക്കാം വലിയ വിവരമോ നോളജോ ഒന്നുമില്ല. അങ്ങനെ നോളജ് വേണമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാവ്യമാധവനില്ലേ, ആ പുള്ളിക്കാരി ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പഴയ കാവ്യമാധവന്റെ ഇന്റർവ്യൂ ഒക്കെ കാണണം. എന്നുവെച്ചാൽ അഭിനയിക്കാൻ മിടുക്കിയാണ്, പക്ഷേ ആ ഒരു ആക്ട്രസിന് അത്രയും അല്ല, കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായികയായിട്ട് ഒരു കാലത്ത് തിളങ്ങി നിന്ന ആ കാവ്യമാധവന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം, പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ്. അതേപോലെയൊക്കെ ഒരു പൊട്ടത്തരം, അങ്ങനെ ഒരു പൊട്ട ക്യാരക്ടറൊക്കെ അനുമോൾക്കുണ്ട്. പക്ഷേ അത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരക്ടർ വെച്ചിട്ടോ അറിവ് വെച്ചിട്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ ഈ പറയുന്ന കണക്ക് ഒരു നല്ല മത്സരാർത്ഥി എന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നതും. എനിവേ, എന്തായാലും ശരി, അനുമോള് ആ ഒരു ടാസ്ക് നല്ല കുളമാക്കി, അത് രണ്ടാമത് വീണ്ടും വന്ന് ഒന്നും കൂടെ കുളമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് മനസ്സിലാക്കാം, അതിനുശേഷം പറയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാമർ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.